എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യ് ഒന്ന് നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ സേമിയയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ സേമിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഒത്തിരി അങ്ങ് ഡാർക്ക് ആവണ്ട. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. സേമിയ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ പാൻ വൃത്തിയാക്കി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 മിനിറ്റ് നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. 1 മിനിറ്റോളം നമ്മൾ തേങ്ങ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസുള്ള ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏത്തപ്പഴമൊക്കെ നല്ലതായിട്ട് വേകുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ആ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. അരിച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ. 1.25 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണിത്. തണുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് 2 നുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനിയെല്ലാം ഇതിലോട്ട് പിടിച്ച് നല്ലതായിട്ട് ഇതൊന്ന് കുതിർന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണിത് കേട്ടോ. ഇനി ഇതിലോട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങയുടെയും കൂടെ മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്തു. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് 2 നുള്ളു സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. കൂടാതെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് വാഴയിലയിലാണ് കേട്ടോ. ഈ വലിപ്പത്തിലുള്ള വാഴയിലയാണ് എടുത്തിരിക്കുന്നത്. വാഴയില ഉണ്ടല്ലോ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ബോട്ടിലെടുത്തിട്ട് ഇതേ രീതിയിൽ നടുക്ക് വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മളൊന്ന് റോൾ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണേ. ഞാൻ ഇത് കെട്ടാൻ വേണ്ടി വാഴനാരാണ് എടുത്തിരിക്കുന്നത്. വാഴനാരൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കെട്ടുമ്പോൾ പൊട്ടിപ്പോകത്തില്ല. ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് കെട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ അകത്തുള്ള ആ ബോട്ടിലുണ്ടല്ലോ നമുക്കങ്ങ് മാറ്റാം. ഇതുപോലെ കിട്ടും കേട്ടോ. ഇതിലോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ലീക്ക് ആകത്തില്ല. ഇതേ രീതിയിൽ ബാക്കിയുള്ള വാഴയിലയും കൂടെ ഒന്ന് ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്ത വാഴയില ഇതുപോലെ ഗ്ലാസ്സിലോട്ട് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം.
തവിയോ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ മെഷറിംഗ് കപ്പോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. 120 ml മെഷറിംഗ് കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ 2 കപ്പ് മാവാണ് ഓരോന്നിലൊന്ന് നിറച്ചെടുക്കുന്നത് കേട്ടോ. നാലെണ്ണം ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം. വാഴനാര് വെച്ച് നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കണം. വാഴയിൽ കിട്ടിയില്ലെങ്കിൽ ഈ മാവുണ്ടല്ലോ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്ത് സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഈ വാഴയിലയിൽ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ ആ വാഴയിലയുടെ ടേസ്റ്റും അതുപോലെ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടാവും. 4 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അധികം കിടക്കുന്ന ആ നാരും അതുപോലെ ഇലയും നമുക്കൊന്ന് മുറിച്ച് മാറ്റാം. ഇനി ഇത് ഇഡലിത്തട്ടി വെച്ച് ആവി കയറ്റിന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി വെള്ളം വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ആവി വരാൻ തുടങ്ങി. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 25 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കാം. ഇനി ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഞാൻ ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഒരെണ്ണം നമുക്കൊന്ന് ഇളക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ കഴിക്കാനും നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇത് ഇഷ്ടമാകും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.